ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്താ പരിപാടി? ഫുഡൊക്കെ കഴിച്ചോ? ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ആവോലി മീൻ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മീൻ ആദ്യമായിട്ട് ഞാൻ മുറിക്കണം കേട്ടോ. സുപരിചിതമായ മീനുകൾ എന്ന് പറയുന്നതും അയില, മത്തി, മറ്റേ കുഞ്ഞു ചെമ്മീനും അങ്ങനെയൊക്കെയുള്ള നമ്മളെ മീനുകളെ എനിക്ക് പരിചയമുള്ളൂ, ഞാൻ കഴിച്ചിട്ടുള്ളൂ. എന്താടാ ഇത് കണ്ട, കറക്റ്റ് മീനിൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കാൾ മണത്തറിഞ്ഞ് വന്നാ എന്താണിത്? ഏത് നേരവും കാലിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ നിൽക്കൂ, എനിക്ക് ഡബ്ബ് ചെയ്യാൻ പോലും എന്നെ അനുവദിക്കില്ല. എന്നാൽ അത് പോട്ട് കിടക്കട്ടെ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, തൊണ്ടവേദന ഒക്കെ ആയിട്ടെങ്കിൽ ഡബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ട് വരെ കിട്ടുന്നില്ല. അതിനിടയിൽ കൂടെ പൂച്ചേൻ്റെ ഒരു കാര്യം. അങ്ങനെ നമ്മുടെ ആവോലി മീൻ ഞാൻ ഉണ്ടല്ലോ, എനിക്ക് ഫസ്റ്റ് ടൈമായിട്ട് കഴിക്കണ മീനുകളെല്ലാം ഞാൻ അധികം ഫ്രൈ ചെയ്യത്തേ ഉള്ളൂ. കാരണം റിസ്ക് എടുക്കാൻ വയ്യ. കറി വെച്ചിട്ട് അതിന് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യുക, പൊരിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്താ പറയുക, നല്ലൊരു മുരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് മേടിക്കണ മീൻ ഞാൻ ഒരു വട്ടം മേടിച്ചിട്ട് ഇതുപോലെ അബദ്ധം പറ്റിപ്പോയി. കാരണം എന്താ പറയുക, അതിന് എന്തോ ഒരു പേരും പറഞ്ഞിട്ട് അതെനിക്ക് മറന്നുപോയി. നല്ല ചിക്കനൊക്കെ കാണുമ്പോൾ പീസ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അതൊക്കെ വാങ്ങിയിട്ട് നല്ല വറുത്തരച്ച് കറി വെച്ച്, പക്ഷേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതും എനിക്ക് തോന്നുന്നു ഫ്രൈ ചെയ്താലേ കൊള്ളത്തുള്ളൂ. ഞാനിതിൻ്റെ തൊലിയൊക്കെ പറിച്ച് കളഞ്ഞിട്ടാണ്. എനിക്ക് പറിച്ച് കളയേണ്ടതാണോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പുറത്ത് നല്ല കട്ടിയുള്ള തൊലിയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞപ്പോൾ എളുപ്പത്തിൽ കിട്ടിയിട്ട് അതൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും, പിന്നെ വീഡിയോ എടുത്തപ്പോൾ തിരിഞ്ഞു പോയി, അതാണ് ഇങ്ങനെ കാണുന്നത്. മുളകുട്ടിയാട്ട വീഡിയോ എടുത്തതിൽ ആവശ്യത്തിന് മുളക് പൊടി, അത് എരിവും നല്ല കളറും കൂടിയിട്ടുള്ള മുളക് പൊടി കേട്ടോ. നമ്മൾ മില്ലിൽ നിന്ന് പൊടിച്ച് മേടിച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് മുളക് പൊടിക്ക്. പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതും പൊടിച്ച് മേടിച്ചാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ താരം, കുരുമുളക് പൊടി ഇല്ലാത്തൊരു ഫ്രൈ ഇല്ല നമുക്ക്. ശരായിന് പൂച്ചേൻ്റെ സൗണ്ടെല്ലാം കേട്ട് കോപ്പിറൈറ്റ് വരുമോ? നല്ലപോലെ മിക്സാക്കണം. പിന്നെ ഒരു കാര്യം കിട്ടാം, നല്ലപോലെ മിക്സാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഫ്രൈ ചെയ്തത്. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോൾ ഈ മീനിൻ്റെ തിന്നേണ്ട ആക്രാന്തത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പല വീഡിയോകളിലും എനിക്ക് ലാസ്റ്റ് എൻഡിങ് ഉണ്ടാവാറില്ല ഇതുപോലെ. കാരണം അപ്പോഴത്തേക്കും മറന്നു, എന്ത് ചെയ്യാനാ. അപ്പം നല്ലപോലെ നമുക്കൊന്ന് ഉപ്പ് പിടിക്കണം. എന്തായാലും മസാല തേച്ചപാട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരു ഭാഗത്ത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. നല്ല ചൂട് ആ ഇഡ്ഡലി ആയിട്ടാണ് ഉണ്ടാക്കണേ. ഇഡ്ഡലി വീട് അധികം ഞാൻ ഇടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് 2 തട്ടിലായിട്ട് അങ്ങനെ ഒഴിച്ച് വെച്ച് രാവിലത്തേക്ക് നമുക്ക് അത്രയും വേണ്ടു കേട്ടോ. പിള്ളേരാണെങ്കിലും സ്കൂളിൽ പോകുന്ന ടൈമിൽ അത്രേ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കില്ലേ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ചില്ലറ ഇൻസ്റ്റാഗ്രാമിൽ ഇടേണ്ട കോപ്രായങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടുതൽ കൂട്ടിയെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ. ഇതിൽ പെടാത്ത കാര്യങ്ങളുണ്ട്, കാരണം നമ്മൾ എല്ലാം എടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ നല്ല വീഡിയോ നാളെ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.